والسلام على رسول الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖബർ ചൊല്ലുമ്പോൾ വലിയൊരു പേടിയും എല്ലാം സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരെ മനസ്സിലിക്കട്. അത് വേണം. ആഖിറത്തെ സംബന്ധിച്ചുള്ള പേടികൾ മുഅ്മിനീങ്ങൾക്ക് നല്ലതായിട്ടിക്കട്. ഞങ്ങളത് നല്ലാക്കുകയോ ഞങ്ങളെ വലിയ സ്ഥാനത്ത് എത്തുപാട്ടുകയോ വലിയൊരു കാരണമായിട്ട് വേണ്ട. ദുനിയാവിൽ അള്ളാഹുടെ പേടിച്ചിട്ട് ജീവിച്ചങ്ങ, ദുനിയാവിൽ തഖ്വത്തിൽ ജീവിച്ചങ്ങ, ദുനിയാവിൽ നിസ്കാരങ്ങൾക്ക് അള്ളാഹാക്കാണ്ട് ഖൈറായ നിലയ്ക്ക് ജീവിച്ച ആൾമാർ അങ്കും ഖബറ് പേടി വേണു. പക്ഷേ അങ്ക് ആഖിറത്ത് പോയുണ്ടായെങ്കിൽ ഖബറ് ഓരോരോ ഘട്ടങ്ങളും അള്ളാഹു അങ്ങക്ക് വേനായ വ്യവസ്ഥകളാക്കി കൊടുക്കുന്നുണ്ടാണ്. ഹദീസുകൾ പരിശോധിച്ച് മുൻകാട് വിഷയം അനുകൂല സാഹചര്യങ്ങൾ, ഖബറിൻ്റെ ഓരോരോ ഘട്ടങ്ങളും ഖിയാമത്ത് നാൾ വരേക്ക് വണ്ടിങ്കത്തെ ഘട്ടങ്ങളും പിന്നീടുള്ള ഘട്ടങ്ങളും എല്ലാം വളരെ ഈസിയും വളരെ അനുകൂലവും ദുനിയാവിടെ കാണ്ടിട്ട് ഇത്രമാ ഖൈർ നമുക്ക് ഈ ഖബർ എത്തിച്ചുള്ള ഒരു സാഹചര്യത്തിൽ അള്ളാഹു എത്തുപാട്ട്. അള്ളാഹു ആ കൊടുത്ത് ഞങ്ങളെല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അൽ ഖബറു ഹുഫ്റത്തും മിൻ ഹുഫരി ജഹന്നം. ഖബർ ചൊല്ലത് ഒന്നിരിക്കലോ ജഹന്നമു ചൊല്ലുടെ ആ നരകത്തെ ഗുലിൽപ്പെട്ട ഒരു ഗുലിയായിട്ടിക്കട്. ജഹന്നമു ചൊല്ലുടെ ആ നരകത്തെ ഗുലിൽപ്പെട്ട ഒരു ഗുലിയായിട്ടിക്കട് ഖബർ. അത്രയും കഠോരമായിട്ടിക്കട്. ഔ റൗളത്തും മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ സ്വർഗത്തെ പൂന്തോപ്പോ പൂത്തോട്ട അതിൽപ്പെട്ട ഒരു പൂത്തോട്ടായിട്ടിക്കട്, പൂതോട്ടായിട്ടിക്കട്. അത്രയും സന്തോഷമായിട്ടിക്കട്. ജണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിട്ടിക്കട് ഖബറോ. അപ്പോൾ നല്ല ആൾമാർക്ക് ഈ രണ്ടാം ചെന്ന വിഷയത്തിലാണ് അള്ളാഹു താല അങ്ങനെ നിയാമത്തായിട്ട് കൊടുക്കുന്ന വിഷയം. അതിൻ്റെ ഭാഗമായിട്ട് ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലത്, ഫൈദാ ദുഫിനൽ അബ്ദുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യരെ, നല്ലൊരു അള്ളാഹുടെ പേടിച്ച് ജീവിച്ചെങ്കിൽ തന്നെ മനുഷ്യരെ ഖബറിൽ അടക്കിയ സാത്തുക്ക് ഖാലലഹുൽ ഖബർ, അപ്പമേ ഖബർ കൊണ്ടിട്ട് ചൊല്ലത് മർഹബം വ അഹ്ല, സ്വാഗത വെൽക്കം ചൊന്നിട്ടു ഓണ്ട് സ്വീകരിക്കട്. അമാ ഇൻകുന്ത ലാ ഹബ്ബ മൻ യംശി അലാ ദുഹ്രി ഇലയ്യ, നൻ്റെ മേൽ നടക്കടെ ആൾമാരുടെ കൂടത്തിൽ നീ ഇതൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ടിക്കടേ. എൻ്റെ മേൽ ഈ ദുനിയാവിൽ ചമ്മാൽമാർ നടന്നുകൊണ്ടിരിക്കടാറ്, ആ നടക്കട ആൾമാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നീ ആയിട്ടിക്കട. ഖബർ കൊണ്ടിട്ട് മൊണ്ടു. ഫൈദാ വല്ലൈതു കല്യവും, ഇണ്ട് നൻ്റെ മുട്ട നീ എത്തിച്ച് നൻ്റെ കൂടക വന്ന് നീ എത്തിട്ടാകുമ്പോൾ എന്തായിട്ടിക്കട്. ഫസതറാ സ്വനിയായി ബിഖ്, ഇനി നാളെ നിൽക്കാക്കണമെങ്കിൽ നീ നല്ല നിലക്ക് ദുനിയാവിൽ ജീവിച്ചത് കൊണ്ടിട്ടു, ഇനി നാളെ നിൽക്കാക്കുന്ന അനുഗ്രഹങ്ങൾ ചൊമ്മ നീ കാണുകൊണ്ടു ചൊന്നിട്ടു. ഫയത്തസഉലഹു മുദ്ദ ബസ്വരിഹി, ഖബർ ചൊല്ലത് വളരെ ഇടുങ്ങിയ ജാഗയായിട്ടിക്കും. ഖബർ യാരെ വലിയാക്കോ തീരാ എന്തത്, അത് എല്ലാവർക്കും അവകാശമുള്ള ജാഗയായിട്ടിക്കട്, ഒരാൾക്ക് മാത്രമല്ല. അപ്പം അതുകൊണ്ട് ഖബർ എപ്പോഴും ഞങ്ങൾ എന്താക്കട, ഒരു അളവോളം മാത്രം ഞങ്ങൾ അതിരെ എത്രവും ഒരളവോളം മാത്രം അതിരെ ഞങ്ങൾ അകലാക്കട, ചൊമ്മാക്കില്ല. അപ്പം അത്രയും ഇടുങ്ങിയെങ്കിൽ ആ ഖബറോ നല്ലൊരു മനുഷ്യ എത്തിയ സാത്തുക്ക് ഓൺകത് വളരെ വളരെ വിശാലമായ ഒരു ലോകമായിട്ടുമുണ്ട്. ഓണ്ട് കണ്ണ് ഓർത്തോലെത്ര അത്രയും അകല ആ ഖബറ് വിട്ടു. അത്രയും അത് ചുറ്റുഭാഗത്തിലും ഓണ്ട് 4 ഭാഗത്തിലും, അഥവാ 4 അല്ല ഓണ്ട് 6 ഭാഗത്തിലും, മേലും കീഴും എല്ലാ ഭാഗത്തിലും ഓണ്ട് ഖബറൊന്ന് വിശാലമായിട്ടുമുണ്ട്. അല്ല, ഖബർ വിശാലമാവണം ചെന്നിട്ട് സാധാരണ ദ്വാർക്കട അതെല്ലാം ഇതുപോലത്തെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനെ കൊണ്ടായിട്ടിക്കട്. എന്നിട്ട് യുഫ്തഹു ലഹു ബാബുൻ ഇലൽ ജന്ന, ഓൻക്ക് വേണ്ടി അപ്പോളേ ഒരു ഒരു ഡോർ ഖബർ ഓപ്പൺ ആവടോ. ആ ഡോർ പോയിട്ട് എത്തരുത് ഇലൽ ജന്ന, സ്വർഗത്തുകായിട്ടിക്കട്. സ്വർഗത്തേക്കുള്ള ബായിൽ
അപ്പമേ ഓപ്പൺ ആയിട്ട് അപ്പണ അള്ളാഹുരുടെ ഇതെല്ലാം ദ്വാർക്കണം. അള്ളാഹുവെ ഖബറ് വിശാലമാക്കി റബ്ബെ, സ്വർഗത്തുകളിൽ വായിൽ ഓപ്പണാക്കി. ഇതെല്ലാം ഹദീസിലുള്ളത് കൊണ്ടായിട്ട് അങ്ങനെ ദ്വാർക്കിടുന്നങ്ങ ആ ദ്വാർ നോണ്ടിക്കണം. അതിൽ പിന്നെയും ഓർക്ക് ഗുഡ് ന്യൂസുകളാണ് പണ്ട്. മിനിങ്ങളെ ദുനിയാവുള്ളങ്ങ ജീവിക്കുമ്പോൾ റബ്ബിനെ മറക്കാണ്ട്, ദുനിയാവുടെ ആഡംബരത്തുക്ക് വിധേയമാവാണ്ട്, ഊടെ സുഖ കിട്ടുമ്പോൾ, ഊടെ പൈസ കിട്ടുമ്പോൾ, ഊടെ എന്തെങ്കിലും യൂട്യൂബിൽ വീഡിയോകൾ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്യസ്ത്രീയുമായിട്ട് ചാട്ടാക്ക് അവകാശം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പോയോടെല്ലാം അന്യ സ്ത്രീകളും പല ഹറാമിയത്ത് കാണ്ടവകാശം കിട്ടുമ്പം, അല്ലെങ്കിൽ ഗീബത്ത് നമീമത്ത് ഫസാദുകൾ കേൾക്കടേമോ അതുക്ക് ഞങ്ങൾ മറുളാവാണ്ട് ഞങ്ങൾ റബ്ബടെ പേടിച്ചിട്ട് അള്ളാഹുടെ ഓർമ്മയെല്ലാം ജീവിച്ചെങ്കിൽ എന്തെല്ല അനുഗ്രഹങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുകയുള്ളത് ഖബറിൽ. എങ്ങനത്തെ സന്തോഷങ്ങളാണ്, എങ്ങനത്തെ ഗുഡ് ന്യൂസ്. രണ്ടാമത്തത് കേൾക്കണോ ഗുഡ് ന്യൂസ്. യൗതീഹി റജുലുൻ, ഈ മനുഷ്യരൊട്ടി ഒരാൾ പണ്ട്. എങ്ങനത്തെ ആള് ഗന്തുണ്ട ഹസനുൽ വജ്ഹി, വളരെ ചന്തത്തെ മുഖമുള്ള ഒരാളാണ്. സൗന്ദര്യമായ ഉള്ള ഒരു യുവക്ക കൊണ്ട് മുട്ട പണ്ട്. ഹസുന് സിയാബ്, അയാളുടെ ഡ്രസ്സ് നോക്കിയെങ്കിൽ വളരെ ഫ്രഷാണ്, വളരെ ചന്തത്തെ ഡ്രസ്സാണ്. ത്വയ്യിബുർ റൈഹ, നല്ല മണമാണ്. വാസനയാണെങ്കിൽ നല്ല അടിച്ച് വീശ്വര മണമായിട്ടിക്കട്. ഇങ്ങനെ എത്ര നിലക്ക് ഒരു മനുഷ്യ വന്നിട്ട് കൊണ്ടിട്ട് ചൊല്ലു, അബ്ശിർ, നിക്ക് ഗുഡ് ന്യൂസ് ഉണ്ടോ? ബില്ലദീ യസ്സറക ഹാദാ ഹാദാ യൗമുകല്ലദീ കുന്ത, നീ ഈ ദുനിയാവിലാക്കിയെങ്കത്തെ കുറേ നന്മകളാക്കിയത് കൊണ്ടിട്ട് നിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടോ? ഇതാ ഈ പണ്ട് നാൾ, ഇത് നിന്നിട്ട് ദുനിയാവിലോ നിക്ക് ഉസ്താദമാർ അത് ഖുർആനുകളും ഹദീസുകളിൽ ചെന്ന് വാഗ്ദാനക്കെങ്കത്തെ ഒരു നാളാണ് നിന്റെ മുന്നിൽ വന്നിട്ടുള്ളേ. ഇനി നിക്ക് ഗുഡ് ന്യൂസ് ആണ്, നിക്ക് സന്തോഷ വാർത്തകളാണ് ഇന്നുള്ളേ ചെന്നിട്ടു ഒരു സുന്ദരനായ യുവക്ക വന്ന് ചൊല്ലാ. അപ്പ ഈ ഖബറാളി കേൾക്കണമൻ അന്ഥനി ആറ് ഫവജ്ഹുകല്ലദീ യജിഉ ബിൽ ഖൈർ, നിന്റെ മുഖ എന്തായിട്ട് ഖൈറെടുത്തവന്റെ മുഖല്ലേ വാണമ്പമേ ഒരു നല്ലൊരു ചൊമ്മ ഖൈറ്, ചൊമ്മ നന്മകൾ കിട്ടുന്ന മുഖമാണ് നിന്റെ മുഖം കാണുമ്പോ കിട്ടത്. ആനായിട്ട് നീണ്ടു കേൾക്കുമ്പോ ഈ മനുഷ്യ ചൊല്ലേ അനഅമലുക സ്വാലിഹ്, നാണാറ് ഉണ്ട് കൊണ്ടുണ്ടാ ദുനിയാവുലാക്കിയ നിന്റെ സൽക്കർമ്മങ്ങളില്ലേ, നിന്റെ നിസ്കാരങ്ങളില്ലേ, നിന്റെ നോമ്പുകളും ദിക്റുകളും സ്വതക്കകളും ഹജ്ജുകളും പാവത്തും കാക്കി ഹെൽപ്പുകളും നല്ല നല്ല നന്മകൾ നീയാക്കിയിട്ടില്ലേ, ആ നന്മ ആയിട്ടിക്കട നാൻ. അല്ലാഹു എത്ര സന്തോഷമായിട്ടിരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ. അങ്ങനത്തെ സന്തോഷമായിട്ടിരിക്കുന്നത് അവിടെ ആസ്വദിക്കേണ്ട, നിങ്ങളെ ആസ്വദിക്കണം. നിങ്ങൾക്ക് അതാണ് ആസ്വദിക്കണായത്. ദുനിയാവുടെ സുഖങ്ങളല്ല ഞങ്ങൾ ആസ്വദിക്കണായത്. ഖബർ എത്തിയ സാധക ഇങ്ങനത്തെ ആ ഗുഡ് ന്യൂസുകൾ നിങ്ങൾക്ക് കിട്ടണോ? മൂന്നാമത്തെ വിഷയം കേൾക്കണ, ഹദീസുകൾ പടിപാട്ട് ഫൈദാ ഉദിയ ഫീ ഖബരി, ഒരു മനുഷ്യരെ ഖബറുക വെച്ച സാത്തുക മനസ്സിലാക്കണ മുഅ്മിനീങ്ങളെ. എന്തുക സുബൈക്ക് വർക്കളഞ്ഞിട്ട് പള്ളിക്ക് നിസ്കാരത്തുക പറഞ്ഞോ, എന്ത് ഏത് സ്വറയിന്നെങ്കും ഖളാ കാണുന്ന നിസ്കരിക്കണോ, എങ്ങനത്തെ ബച്ചലിന്നെങ്കും എങ്ങനത്തെ യാത്ര പോയെങ്കും ഉടാണ്ട് നിങ്ങൾ നിസ്കരിക്കണാതെ എന്ത് കാക്കണോ മനസ്സിലാക്കണോ. ഫൈദാ ഉദിയ ഫീ ഖബരിഹി, ഒരു മനുഷ്യരെ ഖബറിൽ വെച്ച സാത്തുക ജാഅത്തി സ്വലാത്ത്, ഓൻ നിസ്കരിച്ച നിസ്കാരങ്ങൾ സുബഹി നിസ്കാരങ്ങളും ഓരോരോ നിസ്കാരങ്ങളും ഓന്റെ മുട്ടവണ്ട്. ഫക്കാനത്ത് അയ്യമീനിഹി, ഓന്റെ ബൽത്തഭാഗത്തിലിക്കട്. വജാഅത്തി സൗം, വജാഅ സിയാം, നോമ്പ് പണ്ട് റമദാൻ തിങ്കളിലും മറ്റും പിടിച്ച നോമ്പുകൾ പണ്ട്. ഫക്കാന അയ്യസാരിഹി, ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ ഭാഗം, റൈറ്റ് ഹാൻഡ് എയ്ത്ത് ലെഫ്റ്റ് ഹാൻഡ് എയ്ത്ത്, ബലത്തിലൊരാള് എടുത്തിലൊരാള്. എന്തിനു മുമ്പിലെ രാജാവാ, ആ രാജ പ്രൗഢിയാണ് കബറിലോട് വീട്ട്. ബലത്തില് നിസ്കാരം എടുത്തിൽ നോമ്പോ, എന്തൊരു പ്രൗഢി, എത്ര ആസ്വദിക്കണം. നിങ്ങളെ വലിയ വലിയ രാജാക്കന്മാരെ ബലത്തിലും എൽത്തിലും മിസ് എഴുതി പിടിച്ചിട്ട് വെടികളും പലതും പിടിച്ചിട്ട് എന്തായിരിക്കണം നമുക്ക് സേഫ്റ്റി കൊടുക്കുന്ന പോലെ ഒരു ജാഗയിൽ ബലത്തിൽ നിസ്കാരം എടുത്തിൽ നോമ്പോ. ജഅൽ ഖുർആനു വസിക്ർ, ഖുർആനുകളും ദിക്റുകളും വന്നിട്ട് ഓന്റെ തലയുടെ മുട്ട നിക്കോ, തലയുടെ ഭാഗത്തുള്ളൊരാൾ. നിസ്കാരത്തിന് വേണ്ടി നടത്തങ്ങൾ നടന്നിട്ടില്ലേ, അത് പണ്ട്. എന്നിട്ട് ഓന്റെ രണ്ട് കാലിന്റെ മുട്ട ഓൺ പള്ളിക്ക് വേണ്ടി നടന്നെങ്കിട്ട് ഓരോരോ നടത്തങ്ങളിക്കോ. ഓൻ സ്വബറാക്കിയിട്ടില്ലേ, പ്രയാസങ്ങൾ വരുമ്പോ സഹിച്ചിര, രോഗങ്ങൾ വരുമ്പോ സഹിച്ചിര, ആൽമാർ ഉപ്പത്തിനാക്കുമ്പോ സഹിച്ചിര, പല നിലക്കും അതുപോലെ എത്രയോ കഷ്ടങ്ങൾ ഇന്നെങ്കും അത് സഹിച്ച് നിസ്കരിച്ചിര. നല്ല സ്വരത്തിൽ ഇന്ന അള്ളാഹുടെ പേടിയിൽ ഇന്ന
ഇങ്ങനത്തെ സ്വബറാക്കിയ സ്വബറുണ്ടല്ലേ, അത് ഖബറുടെ പല ഭാഗത്തിലും പണ്ട് വലിയൊരു കൂലിയാണ് സ്വബർ ചൊല്ലത്. അതും ഓന്റെ പല ജാഗത്ത് പണ്ട്. എന്നിട്ട് ഓന്റെ ആ എന്തായിട്ടിക്കട് ഖബറ് അല്ലാഹു തആല കടത്തിര ഒരു വലിയൊരു കൽത്ത്, ഒരു കൽത്തിര അല്ലാഹു തആല ഓണ്ട മുട്ട കടത്തിര എന്തിര കൽത്ത് കൊണ്ട് കൊണ്ടുണ്ടാ മിനൽ അദാബ്, ശിക്ഷരെ ഒരു കൽത്തിര രൂപത്തിൽ ഒരു ശിക്ഷ പണ്ട്, വലിയൊരു ശിക്ഷ. എന്നിട്ട് ഓന്റെ ബൽത്ത ഭാഗത്തേക്ക് പണ്ട് ഓന്റെ അദാബാക്കുക വേണ്ടിയിട്ട് ബൽത്ത ഭാഗത്തിൽ ഒരു കൽത്തിര രൂപത്തിൽ ഒരു ശിക്ഷ പണ്ട്. ആ ടൈമിലാണ് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡിലുള്ളെങ്കത്തെ ഓന്റെ ആ കാവലുകാര ഓന്റെ കാവലുകാരായിട്ട് റൈറ്റ് ഹാൻഡിൽ നിണ്ടെങ്കത്തെ നിസ്കാര ആ ടൈമിൽ കൊണ്ടിട്ട് ചൊല്ല പോപ്പോ ഗോ ബാക്ക്, പോപ്പോ ഓടില്ല എനിക്ക് അവകാശ, ഓടില്ല എനിക്ക് അവകാശ. വല്ലാഹി മാ സാല ദാഇബാ, ഈ മനുഷ്യ ആരുണ്ട് കൊണ്ടുണ്ടാ നല്ലതുപോലെ കഷ്ടപ്പെട്ട ആളാണ്, ദുനിയാവിൽ നല്ലതുപോലെ കഷ്ടപ്പെട്ട ആളാണ്. ഉംറഹു കുല്ലഹു, ഓണ്ട് ആയുസ് മുഴുവനവും കഷ്ടപ്പെട്ട് നിസ്കരിച്ച മനുഷ്യായിരിക്കടാ. ഓണുക അദാബാക്കോ നാബുടല. അങ്ങനെ നിസ്കരിച്ച നിസ്കാരങ്ങൾ ഞങ്ങളെ സേഫ് ചെയ്താറായിട്ട് ഞങ്ങളെ മുട്ട ഖബറിൽ വന്നിട്ട് ബൽത്തമാകത്തെ അദാബിടെ തടയെ കിട്ടുണ്ടാകുമ്പോ ആ നിസ്കാരത്തെ ഞങ്ങൾ എത്രമാത്രം പിരിസാക്കണം മുഅ്മിനീങ്ങളെ. ബുദ്ധി വന്നത് മുതൽ മരിക്കരോട് തോലും കഷ്ടപ്പെട്ട് നിസ്കരിച്ച മനുഷ്യനാണ് ഓൺ. ഒരു ടൈമും വിടാണ്ട് നിസ്കരിച്ച മനുഷ്യനായിരിക്കണ. ആയതുകൊണ്ടിട്ട് ഇപ്പത്തില്ല റാഹത്തെടുക്കാൻ വേണ്ടിയിട്ട് ഖബറുക വന്നറാ, വിശ്രമിക്ക വേണ്ടിയിട്ടാണോ വന്നറ. ഇപ്പൊ ഇത്ര തോൽ കഷ്ടം വന്നറാ, ഇപ്പൊ എനിക്ക് വിശ്രമ വേണോ. ആയതുകൊണ്ടിട്ടു നിന്റെ ഒരേ ഒരു ശിക്ഷ ആക്കുക വിടലേ. ആ ടൈമിൽ അദാബ് വിടില്ല. അദാബുമായിട്ട് വന്ന് ആ കൽത്തട രൂപത്തിലുള്ള എങ്കത്തെ ശിക്ഷയുണ്ടല്ലേ, എടുത്ത ഭാഗത്തിൽ വന്നിട്ട് ശിക്ഷിക്ക നോക്കുമ്പോ ഓൺ പിടിച്ച നോമ്പുണ്ടല്ലേ ലെഫ്റ്റ് ഹാൻഡിൽ എടുത്ത ഭാഗത്തിൽ ഓൺക്ക് സേഫ്റ്റി ചെയ്താറ കാവലുകാരായിട്ട് നിന്റെ നിസ്കാര ചൊല്ലി ഇതേപോലെ ആയിട്ടിക്കട് ഗോ ബാക്ക് പോ കഷ്ടപ്പെട്ടിട്ട് നോമ്പ് പിടിച്ചിടവോണ് നാവിടെ കൊണ്ട് ശിക്ഷിക്കൂ. ആ ടൈമിൽ തലയുടെ ഭാഗത്തിൽ പറയുമ്പോ ആ തലയുടെ ഭാഗത്തിൽ ഇന്നത്തെ ഖുർആനോത്തുകളും ദിക്റുകളും ഉണ്ടല്ലേ, ഇതേപോലെ ചൊല്ലോ. ഇങ്ങനെ ഖബറുടെ ഓരോരോ ഭാഗത്തിലും അദാബ് ഓണ് കൊടുക്ക വേണ്ടി ശ്രമിക്കുമ്പോ ഓരോരോ തടസ്സങ്ങളാണ് ആ അദാബുകളിലെ സ്വബറുകൾ. ഓണാക്കിയ നന്മകളുണ്ടോ? എന്തെങ്കിലും ഒരു വഴിയുണ്ടാ? ഒരു വഴിയെങ്കിലും ഉണ്ടാ ചെന്നിട്ട് അദാബ് നോക്കൂ. ഓണ്ട് അദാബ് എടുക്കുമ്പോ എന്തെങ്കിലും ഒരു തെരുവുണ്ടാ ചെന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇല്ല 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 വജദ വലിയുല്ലാഹി ഖദ് അഹറസതുഹു ത്വാ, ഓൺ ആക്കിയ ഇബാദത്തുകൾ എന്തായിരിക്കും ഫുൾ സേഫ്റ്റി. ഖബറുടെ സുത്തുഭാഗമേ ആവരണം ചെയ്ത് തടസ്സായിട്ട് അഡായിട്ട് നിൽക്കട്. ഒരു നിലക്കുമില്ല, ഒരു നിലക്കുമില്ല. എങ്ങനത്തെ മിസൈൽ വന്നെങ്കും അതിനെ തടുക്കണമെങ്കത്തെ ശക്തി. ഏത് നിലക്കുള്ള മിസൈലുകളും എകന്തെകന്തെകന്തെ വസ്തുക്കളും മെഷീനുകളായിട്ട് അത്യാധുനികമായ നിലക്ക് വന്നെങ്കും അതിന് തടക്കിട ശക്തിയാണ് ഞങ്ങളിട്ടുള്ളെങ്കത്തെ അമലുകൾ, ശാശ്വത ലോകത്തെ വിജയത്തുള്ള അമലുകൾ. ഇതുകൊണ്ട് തടസ്സത്തിന് നിൽക്കട്. ആദാബുക എങ്ങനെ നോക്കുമ്പോൾ ശിക്ഷിക്ക നോക്കുമ്പം ഓരോ നിലക്കും അദാബുക ആദാബു എന്തമായറ ഒരു തെരുവുമില്ലാണ്ടാകുമ്പോ ആ അദാബ് പെറവ് പോണ്ടോ. വയഖൂലു സബ്റു ലിസാഇൽ അഅമാൽ, ഓണോ ദുനിയാവുൽ ആ സഹിച്ചെങ്കത്തെ സഹനകളുണ്ടല്ലേ സബറ്, ഓ നല്ല സബറോടുകൂടി ജീവിച്ച മനുഷ്യായിരിക്കട്. ആ സബറ് കൊണ്ട് ബാക്കിയുള്ള നിസ്കാരങ്ങളെയും നോമ്പുകളെയും മറ്റു അമലുകളെ നോക്കി ചൊല്ലെ. അമാ ഇന്നഹു ലം യംനഅനി അൻ ഉബാശിറ അന ബിനഫ്സി ഇല്ലാ അന്നി നളർത്തു മാ ഇൻദകും. സബറ് മാത്രമേ ഇത്രത്തോളൂ. അദാബ് പറയുമ്പോൾ അഡ്ഡ വന്നിട്ടില്ല. സബർ തെല്ലും പൂരെന്ത് സബറല്ലാത്ത അമലുകളാണ് അദാബിനെ തടയുക വേണ്ടി നിன்று. സബർ തെല്ല് മൂല നിന്നിട്ട് ബെരുതകൊന്നുമല്ല. സബർ ചൊല്ലെ ഞാൻ ഡയറക്റ്റ് വന്നിട്ട് ഈ അദാബാകുന്ന ഈ മിസൈലുടെ ഈ ശിക്ഷയുടെ നാണ് തടുക്കോ ബറാന്തെ, നേരിട്ട് നാണേ വന്ന് തടുക്കാന്തെ. പക്ഷെ എന്തുകൊണ്ട് നാ വന്നിട്ടില്ല എന്ന് കൊണ്ടുണ്ടാ? എന്തുകൊണ്ട് നാണ് വന്നിട്ടില്ല? ഇല്ല അന്നി നളർത്തുമാ ഇന്ദക്കും, നിങ്ങളെ കടിവൊന്നും നാ നോക്കാന്തെ. മനസ്സിലാക്കണു,
ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ അധ്വാനിക്കടെ അവിടെ വാശി പിടിക്കടെ നോക്കണം. സബുറ് ചൊല്ലേ നിങ്ങളെ ഒരു ക്യാപ്പസിറ്റി നിങ്ങളെ ശക്തി എന്തിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നേ. നിങ്ങൾക്ക് എത്ര തീര് നിസ്കാരത്തൊട്ടിക ചൊല്ലേ നോമ്പുരൊട്ടിക ചൊല്ലേ അല്ലാഹ് എന്തൊരു സന്തോഷമല്ലേ. ഞങ്ങൾ നിസ്കാരം ഞങ്ങൾ നോമ്പ് ഞങ്ങൾ കൈവിടാണ്ടതിൽ മുറുകെ പിടിച്ചിട്ടാകുമ്പോൾ തിരിച്ച് ഞങ്ങൾ പിടിക്കടെ ശൈലി നോക്കണം. സബുറ് ചൊല്ലേ നിങ്ങളെ ക്യാപ്പസിറ്റിനാണ് നോക്കിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എത്ര തീര് ഫലവും അജത്തും നിങ്ങൾക്ക് വീത്തു അതാപടെ തടുക്കൂ തീരില്ലാണ്ടായെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ അതാപടെ തടുക്കുകൊള്ളെങ്കിൽ ശക്തി ഇല്ലാണ്ടായെങ്കിൽ കുന്തു അന സ്വാഹിബഹു നാ വന്നിട്ട് കൊണ്ടിട്ട് നിൽക്കാത്ത കൊണ്ട് സേഫ്റ്റിക്ക് നാ നിൽക്കാത്ത ഫമ്മ ഇതാ അജക്കും അൻഹു ഇപ്പൊ നോക്കുമ്പോ ഇല്ല മയ്യായിട് ആയത് കൊണ്ടിട്ടോ നാട് ഇപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഹെൽപ്പ് നിയമേ മയ്യായിട് നിയമേ കാത്തറാറ്. പക്ഷേ നാണ് ഒരു ജാഗിൽ കാത്തോണ്ടിക്കട എവിടെ അഖർത്ത് പോയിട്ടാകുമ്പോൾ സിറാത്തുൽ മുസ്തഖീം സിറാത്ത് പാല കിടക്കുള്ളൂ. അതൊരു വിഷയം നമ്മൾ പഠിക്കൊണ്ട് എന്തൊരു സിറാത്ത് ചെന്നിട്ട് ആ സിറാത്തിലെ ആ ടൈമിലോ അത് കടക്കിറങ്ങത്തെ ടൈമിലോ ഓൻകു സൂക്ഷിക്ക വേണ്ടിയിട്ട് ഓൻ്റെ രക്ഷിക്ക വേണ്ടിയിട്ട് നാണിക്കട മീസാൻ എന്ന തുലാസിൽ ഓൻ്റെ അമല് തൂക്കുമ്പോൾ ഓൻ്റെ സൂക്ഷിക്കുക വേണ്ടിയിട്ട് ഓൻ്റെ സേഫ്റ്റി കൊടുക്കുക വേണ്ടിയിട്ട് ഞാൻ അവിടെ ജാഗ്രതയിൽ കാത്തുകൊണ്ടിരിക്കട. ഞാൻ ഇനിയും അവങ്ങളുടെ ടൈം അവർക്ക് എന്തായിരിക്കട അവൻ്റെ ഒരു രക്ഷപ്പെടുത്തുക അവകാശം ഞാൻ അവിടെ കാത്തുകൊണ്ടിരിക്കട ചെന്നിട്ടു സബുറ് ചൊല്ലുമ്പോൾ മീനിങ്ങളെ ഇത് ഈ മൂന്നാമത്തെ ഒരു സന്തോഷം. ഇനി നാലാമത്തതാണ് മലക്കുൽ മൗത്ത്. മുൻകർ നക്കീർ മലക്കുൽ മൗത്തല്ല ഖബറിന്റെ മലക്കായ മുൻകർ നക്കീർ പറയുമ്പോഴെങ്കിൽ സന്തോഷങ്ങൾ നാലാമത്തെ സന്തോഷങ്ങൾ. ഇതെല്ലാം നോക്കുമ്പോൾ മീനിങ്ങളെ ദുനിയാവുള്ളങ്ങ ഒരു സെക്കൻഡും അല്ലാതെ മറന്നിട്ട് ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ എത്രയോ നിലക്ക് സൂക്ഷിച്ചുകൊണ്ട് വന്ന നിസ്കാരങ്ങളും സ്വതക്കകളും നല്ല നല്ല സ്വരങ്ങളും ഞങ്ങൾക്ക് വേണ്ടി എന്താക്കട്ടെ ഇത്രയും പോരാടുമ്പോൾ അതിൽ നിങ്ങൾ പിരിസാക്കണം. അള്ളാഹു ആ കൂടുതൽ നിങ്ങളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരം ആമലാക്കിയിട്ട് അള്ളാഹുടെ ഭാഗത്തുള്ള പിരിസങ്ങൾ കരസ്ഥമാക്കുക. അള്ളാഹുടെ ഭാഗത്തുള്ള എങ്കത്തെ എല്ലാ ഹൈറാത്തുകൾ വാരിക്കോരി എടുക്കുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹു നിങ്ങളെ പെടുത്തുമാറാകട്ടെ. ഇങ്ങനത്തെ മുഅ്മിനീങ്ങൾക്ക് എന്തെല്ലാം സന്തോഷങ്ങൾ എങ്ങനത്തെ കൊസികൾ ഖബറിൽ അള്ളാഹു താല വെച്ചിറ അതെല്ലാം 100% വാരിക്കോരി എടുക്കുന്ന മുഅ്മിനീങ്ങൾ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ. ഓരോരുത്തരുടെ സർവ്വദോഷങ്ങൾ അള്ളാഹു മാഫാക്കുമാറാകട്ടെ. രോഗങ്ങൾ ശഫിയാക്കുമാറാകട്ടെ. ബേജാറുകൾ ടെൻഷനുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടങ്ങൾ കഷ്ടങ്ങൾ എല്ലാം അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ. മനസ്സും തടിക്കും ശാശ്വതമായ സമാധാനം തരും.